നമസ്കാരം. റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് 3 വർഷമായി നമ്മൾ എല്ലാവരും വളരെ ഭീതിയോടെ നോക്കിക്കണ്ട റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ചാണ്. 3 വർഷം പിന്നിട്ട് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ വെടിനിർത്തലിന് വഴിയൊരുങ്ങുന്നു എന്ന വളരെ സന്തോഷകരമായ വാർത്തയാണ് നമ്മളുടെ മുന്നിലേക്ക് എത്തുന്നത്. ലോകം കാത്തിരുന്ന ആ മറുപടിയാണ് ഇപ്പോൾ എത്തിയത്. റഷ്യ തയ്യാറാണ് അമേരിക്ക അവതരിപ്പിച്ച 30 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാറിന് എന്ന കാര്യമാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കി കഴിഞ്ഞത്. സമാധാനം നിലനിർത്തണമെന്ന് പുടിൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമായി മോസ്കോയിൽ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് റഷ്യൻ പ്രസിഡന്റ് തീരുമാനം വ്യക്തമാക്കിയത്. വെടിനിർത്തൽ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ട്രംപ് റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ആരെന്ത് ചെയ്താലും യുദ്ധം ഒന്ന് അവസാനിപ്പിക്കണമെന്ന ഒരൊറ്റ ചിന്തയായിട്ടാണ് ട്രംപ് മുന്നോട്ട് പോയിരുന്നത്. അതായത് ട്രംപ് ഭരണത്തിൽ ഏറുന്നതിന് മുൻപേ പ്രചാരണ വേളയിൽ പോലും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ആഗോളതലത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യം റഷ്യ ഉക്രൈൻ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്നായിരുന്നു. ട്രംപ് വരുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ജോ ബൈഡൻ നേരിട്ട് ഇടപെട്ടുകൊണ്ട് 1.5 വർഷം നീണ്ടുനിന്ന പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ചത് എന്ന കാര്യം നമുക്കറിയാം. അവിടെ ഖത്തറായിരുന്നു മധ്യസ്ഥ വഹിച്ചത്. അതുകൊണ്ട് തന്നെ ആ യുദ്ധം സമാധാനപരമായിട്ട് അവസാനിച്ചു. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു. ബന്ദികളെ കൈമാറ്റം ചെയ്യപ്പെട്ടു. അങ്ങനെ ഒരുപാട് ഗാസയിൽ വീണ്ടും സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ അതിൻ്റെ ബാക്കിൽ നിന്ന് അമേരിക്കയുടെ യഥാർത്ഥ തന്ത്രം അറിയുന്നത് ട്രംപ് വന്നതോടുകൂടിയാണ്. എന്താണ്? ഗാസയിലുള്ള അവസാനത്തെ ഫലസ്തീൻകാരെയും പറഞ്ഞയച്ചിട്ട് ആ ഗാസ അമേരിക്ക ഏറ്റെടുത്ത് അമേരിക്കയുടെ വ്യാവസായിക നഗരമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു പദ്ധതി. ഇതേപോലെ തന്നെ ഉക്രൈൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, അതായത് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ പിന്നിലും അമേരിക്കയുടെ ബുദ്ധി എന്താണെന്ന് വെച്ചാൽ ഉക്രൈൻ മണ്ണിലെ ധാതു സമ്പത്താണ്. മാത്രവുമല്ല റഷ്യയുമായിട്ടുള്ള മികച്ച ബന്ധം അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട്. കാരണം റഷ്യ വലിയൊരു രാജ്യമാണ്. അമേരിക്കയെ പോലെ തന്നെ വലിയ രാജ്യമാണ് റഷ്യ. മാത്രവുമല്ല അമേരിക്കയോട് മുട്ടാൻ തക്ക എല്ലാവിധ ശക്തിയും റഷ്യയുടെ കൈവശം ഇന്നുണ്ട്. അതായത് റഷ്യ ഭരിക്കുന്നത് വ്ളാഡിമിർ പുടിൻ എന്ന് പറയുന്ന വലിയൊരു സർവാധികാരിയാണ്. അദ്ദേഹം വളരെ ശക്തനാണ്. അതുപോലെ തന്നെ വളരെ റിജിഡാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളൊക്കെ. അദ്ദേഹം എന്ത് വിചാരിച്ചു അത് നടത്താൻ പ്രാപ്തനായ ഒരു വ്യക്തിത്വം കൂടിയാണ് വ്ളാഡിമിർ പുടിൻ. മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആണവ ശക്തികളും അതുപോലെ തന്നെ ആയുധങ്ങളും ഒക്കെ വളരെ പ്രഹരശേഷിയുള്ളതാണ്. ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞതാണ്, വേണമെങ്കിൽ അതായത് യുദ്ധം കൊടുമ്പിരി കൊണ്ട സമയത്ത് നാറ്റോ സഖ്യകക്ഷികൾ, അതായത് യൂറോപ്പിലെ പല രാജ്യങ്ങളും ഉക്രൈൻ്റെ കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് വ്ളാഡിമിർ പുടിന് ദേഷ്യം വരികയും അദ്ദേഹം പറയുന്നുണ്ട് ആണവ ശക്തി പോലും എടുക്കാൻ റഷ്യക്ക് ഒരു മടിയുമില്ല എന്ന്. അത് വലിയൊരു വലിയൊരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ ലോകരാജ്യങ്ങളും, അതായത് യൂറോപ്പ്, പ്രത്യേകിച്ച് യൂറോപ്പ് വളരെയധികം ഭീതിയിലാഴ്ത്തിയ ഒരു സംഭവം കൂടിയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ റഷ്യയെ എങ്ങനെയെങ്കിലും ഒന്ന് പാട്ടിലാക്കുക, അല്ലെങ്കിൽ റഷ്യ ഒരു സമാധാനപരമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുക എന്നത് ട്രംപിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ യുദ്ധത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു റഷ്യ ഉക്രൈൻ യുദ്ധം 3 വർഷമായിട്ട് നീളുന്നതാണ്. 3 വർഷമായിട്ട് നീളുന്ന ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്നൊരു ആഗ്രഹം മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും അത് ഒരു പരിണിത ഫലം. ട്രംപിനെ നമുക്ക് ഇഷ്ടമാവാം, ഇഷ്ടമല്ലാതിരിക്കും, എന്തോ ആവട്ടെ. പക്ഷേ ട്രംപ് ഇപ്പോൾ ചെയ്തത് നമ്മുടെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ വളരെ ഉചിതമാണെന്ന് തോന്നുന്നു. കാരണം ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ്. ട്രംപിൻ്റെ എല്ലാ കാര്യങ്ങളും ബിസിനസ്സാണ്. ട്രംപിന് വേണ്ടത് അമേരിക്ക വളരുക, അമേരിക്കയുടെ സാമ്പത്തിക ശക്തി ഇനിയും വളരുക, ലോകരാജ്യങ്ങളൊക്കെ അമേരിക്കയുടെ കീഴിലെത്തുക എന്നൊക്കെയാണ്. അതുകൊണ്ടാണ് പനാമ കനാൽ വേണം, അതുപോലെ ഗ്രീൻലാൻഡ് വേണം, കാനഡ വേണം, ഇപ്പോൾ ഗാസ വേണം എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ അതേപോലെ തന്നെയാണ് ഉക്രൈന് ചെയ്തത്. എന്താണ് കഴിഞ്ഞ 3 വർഷമായിട്ട് ലോകത്ത് നടന്നുകൊണ്ടിരുന്നത് നമുക്കറിയാം. കഴിഞ്ഞ 3 വർഷമായിട്ട് യുദ്ധത്തിൽ ഉക്രൈൻ ഇത്ര സജീവമായിട്ട് പങ്കെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അമേരിക്കയാണ്. ജോ ബൈഡൻ ഭരണകൂടത്തിൻ്റെ കീഴിലാണ് ഉക്രൈൻ ഇത്രയും ശക്തി ആർജിച്ചത്. അതായത് റഷ്യ എന്ന് പറയുന്ന രാജ്യം നമ്മൾ ഭൂപടത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും, ഉക്രൈൻ ഒരു ചെറിയ ഭാഗമാണ്. പഴയ സോവിയറ്റിൻ്റെ ഭാഗമായിരുന്നു ഉക്രൈൻ. അപ്പം ചെറിയൊരു രാജ്യമായിരുന്നു ഉക്രൈനെ ഇത്രയും ശക്തമായിട്ട്, അല്ലെങ്കിൽ വളരെ ശക്തിയോടുകൂടി തന്നെ റഷ്യൻ അധിനിവേശത്തിനോട് പ്രതികരിക്കാൻ സാധിച്ചത് തൊട്ടടുത്ത്, അതായത് തൻ്റെ കൂടെ നിൽക്കുന്ന അമേരിക്ക എന്ന വലിയ ശക്തി ഉള്ളതുകൊണ്ടാണ്. സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും ഒക്കെ ഉക്രൈനെ സഹായിച്ച് യുദ്ധത്തിൽ സജീവമായി നിലനിർത്തിയ രാജ്യം എന്ന് പറയുന്നത് അമേരിക്ക തന്നെയാണ്. എന്നിട്ടോ അവസാനം, അതായത് ജോ ബൈഡൻ പടിയിറങ്ങുന്നു, ട്രംപ് വരുന്നു. ഈ കാലഘട്ടത്തോടു കൂടി എല്ലാ കാര്യങ്ങളും മാറുന്നു. ട്രംപിനെ സംബന്ധിച്ച് ഇത് വലിയ സാമ്പത്തിക നഷ്ടമായിട്ടാണ് ട്രംപ് ഇതിനെ നോക്കിക്കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഉക്രൈൻ്റെ മണ്ണിലെ 50% ധാതുക്കൾ അമേരിക്കയ്ക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്നത്. അതായത് അമേരിക്ക ഇത്ര നാൾ 3 വർഷമായിട്ട് ഉക്രൈന് നൽകിയ സഹകരണത്തിൻ്റെ പ്രതിഫലമായിട്ട് ട്രംപ് ചോദിക്കുന്ന കാര്യമാണ്. പക്ഷേ അടുത്തിടെ വൈറ്റ് ഹൗസിൽ നടന്ന ചർച്ചകളിൽ സെലൻസ്കി അതിന് തയ്യാറല്ല. അതായത് ട്രംപിൻ്റെ ധാർഷ്ട്യത്തിന് മുമ്പിൽ കീഴടങ്ങാൻ ഉക്രൈൻ തയ്യാറല്ല എന്ന
രീതിയിലാണ് ഇറങ്ങിപ്പോരുകയൊക്കെ ചെയ്തത്. അത് വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നു. ലോകരാജ്യങ്ങൾ മുഴുവൻ ഉക്രൈൻ ഒരു ഹീറോ പരിവേഷം നൽകിയത് അപ്പോഴാണ്. ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ ഉക്രൈൻ ജനതയ്ക്ക് പോലും വെറുത്തൊരു കാലഘട്ടത്തിലുള്ള ഒരു സമയത്താണ് അദ്ദേഹം എന്ത് പറയുന്നത്, അമേരിക്കയുടെ ധാർഷ്ട്യത്തിന് മുമ്പിൽ കീഴടങ്ങാൻ ഉക്രൈൻ തയ്യാറല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ലോകത്തിന് മുമ്പ് തന്നെ ഒരു ഹീറോ പരിവേഷം, എന്തിനു പറയുന്നു, അമേരിക്കയിലെ ജനത പോലും ഉക്രൈൻ പ്രസിഡന്റിന് സപ്പോർട്ടുമായിട്ട് രംഗത്തെത്തി എന്ന് നമ്മൾ പറയണം. കാരണം അമേരിക്ക ഇന്ന് ഭരിക്കുന്നത് ട്രംപാണ്. ട്രംപ് പടിക്ക് പുറത്തു പോകൂ എന്ന് സെലൻസ്കിയോട് പറയുമ്പോൾ നിങ്ങൾ ആരാണ് അത് എന്ന് ചോദിക്കാൻ അമേരിക്ക ജനത പോലും തയ്യാറായിട്ടുള്ള ഒരു സമയമാണ്. പക്ഷേ ഫലത്തിൽ എന്താണെന്ന് വെച്ചാൽ ഉക്രൈൻ ഇങ്ങനെയൊക്കെ ഹീറോ പരിവേഷമൊക്കെ കിട്ടി, ട്രംപിനെ എതിർത്തു, അമേരിക്കയോട് പോരാടാൻ റെഡിയാണെന്ന് പറയുന്നു. റഷ്യ അവിടെ ചിരിക്കുകയാണ്. കാരണം അമേരിക്ക ഇല്ലാതെയാണ് ഇനി ഉക്രൈൻ പിന്നെ യുദ്ധത്തിൽ ഇറങ്ങുക എന്നുള്ളത് റഷ്യക്ക് വ്യക്തമായി കഴിഞ്ഞു. അതുകൊണ്ട് ഒരു ശക്തിയും ഉക്രൈനെ സംബന്ധിച്ചില്ല. ഇങ്ങനെ ഒരു സമയത്ത് പോലും അങ്ങനെ വളരെ ഒരു എന്താ പറയുക നിർണായക ഘട്ടത്തിലൂടെയായിരുന്നു ഉക്രൈൻ കടന്നുപോയത്. പക്ഷേ അമേരിക്ക വളരെയധികം ശക്തമായിട്ട് സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒടുവിൽ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി സമാധാന കരാറിന് തയ്യാറായി. ഒരുപാട് വ്യവസ്ഥകൾ അദ്ദേഹം പറയുന്നുണ്ട്. ഉക്രൈനെ പോലെ, അതായത് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ പോലെ ട്രംപിന് എന്തായാലും മുട്ടാനാകുന്ന ആളല്ല സാക്ഷാൽ വ്ളാഡിമിർ പുടിൻ എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ. അമേരിക്കയുടെ ഭീഷണി അവിടെ ലെവൽ ലേശം പോലും ഏൽക്കില്ല എന്ന ഉത്തമ ബോധ്യം അമേരിക്കൻ പ്രസിഡന്റ് ഈ വിഷയത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സെലൻസ്കിയോട് മറ്റൊരു രീതിയും അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് പുടിനോട് മറ്റൊരു രീതിയുമാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത് നമുക്കറിയാവുന്നതാണ്. നേരത്തെ തന്നെ ജിദ്ദയിൽ, അതായത് സൗദിയിലെ ജിദ്ദയിൽ അമേരിക്ക ഉക്രൈൻ ഉദ്യോഗതല ചർച്ചയിൽ 30 ദിവസത്തെ വെടിനിർത്തൽ ഉക്രൈൻ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. ശത്രുത അവസാനിപ്പിക്കുന്നതിനുള്ള വെടിനിർത്തൽ നിർദ്ദേശത്തോട് ഞങ്ങൾ യോജിക്കുന്നു, പക്ഷേ ഈ വെടിനിർത്തൽ ശാശ്വത സമാധാനത്തിലേക്ക് നയിക്കണമെന്നും ഈ പ്രതിസന്ധിയുടെ മൂലകാരണങ്ങൾ ഇല്ലാതാക്കാമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഖോഷയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ക്രെംലിൻ മാധ്യമ പ്രവർത്തകരോട് പുടിൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. അതായത് യുദ്ധം അവസാനിപ്പിക്കണം എന്ന ധാരണ തന്നെയാണ്, അല്ലെങ്കിൽ യുദ്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വ്ളാഡിമിർ പുടിന് ആഗ്രഹമൊന്നുമില്ല. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു അധിനിവേശമായിട്ട് തുടങ്ങിയ ഒരു സംഭവമായിരുന്നു ഇത്. കാരണം അധിനിവേശം തുടങ്ങുന്നു, ഉക്രൈൻ, അതായത് ഉക്രൈൻ നാറ്റോ സഖ്യത്തിലേക്ക് ചേരുന്നു എന്നതായിരുന്നു റഷ്യയെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നം. അങ്ങനെ ഉണ്ടായ ഒരു അധിനിവേശം പിന്നീട്, അതായത് അമേരിക്കയുടെ ഇടപെടലുകൊണ്ടൊക്കെയാണ് ഇത്രയും വലിയ മഹായുദ്ധമായിട്ട് പരിണമിക്കപ്പെട്ടത്. അത് 3 വർഷമായിട്ട് തുടർന്നു പോരുകയാണ്. നിരവധി ആളുകൾ മരിച്ചു, ഉക്രൈന് ഒരുവിധം എല്ലാം നഷ്ടപ്പെട്ടു. വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ഉക്രൈൻ ഇപ്പോൾ കടന്നു പോകുന്നത് എന്നത് സത്യമാണ്. എങ്കിൽ പോലും അവരെ ഒരു പോരാട്ട വീര്യം കാഴ്ചവെച്ചുകൊണ്ട് ഇപ്പോഴും യുദ്ധമുഖത്ത് സജീവമായി നിൽക്കാൻ ഉക്രൈന് സാധിക്കുന്നുണ്ട്. ഉക്രൈൻ്റെ അതിന് നമ്മൾ അഭിനന്ദിക്കുക തന്നെ വേണം. കാരണം അമേരിക്ക പോലെയുള്ള വൻ ശക്തികൾ ഇല്ല എന്ന് അറിഞ്ഞിട്ട് പോലും യുദ്ധമുഖത്തേക്ക് എത്തിയ ഉക്രൈനെ നമ്മൾ പ്രശംസിച്ചേ മതിയാകൂ. കൂടുതൽ ചർച്ചകളുടെ ആവശ്യകത പുടിൻ ഊന്നി പറയുന്നുണ്ട്. അതായത് കൂടുതൽ ചർച്ചകൾ നടത്തിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ വ്യവസ്ഥകളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു തീർപ്പാക്കണമെന്നാണ് പുടിൻ്റെ ആവശ്യം. അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്താമെന്നും ഒരുപക്ഷെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോൺ സംഭാഷണം നടത്താമെന്നും പുടിൻ നിർദ്ദേശിക്കുന്നുണ്ട്. അമേരിക്കൻ പിന്തുണയുള്ള വെടിനിർത്തൽ ഉക്രൈൻ അംഗീകരിച്ചിട്ടുമുണ്ട്. ശരിക്കും ട്രംപ് ശ്വാസം മുട്ടിച്ച് സമ്മതിപ്പിച്ചതാണ് എന്നാണ് നമുക്കിതെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അത്തരത്തിലൊരു സമ്മർദ്ദം റഷ്യയ്ക്ക് മേൽ കൊടുക്കാൻ ട്രംപ് തയ്യാറാകുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം റഷ്യയ്ക്ക് മേൽ അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ ട്രംപിന് ധൈര്യം ഉണ്ടാവില്ല. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള വെടിനിർത്തലിന് വേണ്ടി യുഎസും ഉക്രൈനും ചേർന്ന് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെ വിമർശിക്കാൻ പോലും റഷ്യ മടി കാണിച്ചിട്ടില്ല എന്നത് നമ്മളിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ നിർദ്ദേശങ്ങൾ ഉക്രൈൻ സൈന്യത്തിന് താൽക്കാലിക ആശ്വാസം നൽകുന്നതിന് വേണ്ടി മാത്രമുള്ളതാണെന്നാണ് റഷ്യൻ ഉന്നത ഉദ്യോഗസ്ഥരും പുടിൻ്റെ അനുയായിയുമായ ഉറി ഉഷാകോവ് പറഞ്ഞത്. US ദേശീയ സുരക്ഷാ ഉപദേശകനായ മൈക്ക് വാട്സുമായി സംസാരിച്ചതിന് പിന്നാലെയാണ് ഉഷാകോവിൻ്റെ പ്രതികരണം വന്നത്. ഇവിടെ റഷ്യ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴുള്ള വെടിനിർത്തൽ കരാർ എന്ന് പറയുന്നത് യുഎസിൻ്റെ ഒരു തന്ത്രമാണെന്നൊരു സംശയം റഷ്യയ്ക്കുണ്ട്. അതായത് റഷ്യയും അമേരിക്കയും തമ്മിൽ ശരിക്കും ബദ്ധശത്രുക്കൾ തന്നെയാണ്. മാത്രവുമല്ല ഇപ്പം ട്രംപ് വന്നിട്ട് ചെറിയ മാറ്റങ്ങൾ ഇരു രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ പോലും റഷ്യയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നയമായിരുന്നില്ല അമേരിക്ക പിന്തുടർന്ന് പോന്നിരുന്നത്. മാത്രവുമല്ല ഉക്രൈന് കൂടുതൽ പിന്തുണ നൽകുന്ന ഒരു നയമാണ് ഇത്രയും കാലം പിന്തുടർന്ന് പോകുന്നത്. അതുകൊണ്ട് തന്നെ 30 ദിവസത്തെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി വീണ്ടും അതിർത്തിയിൽ സംഘർഷം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ എന്ന് റഷ്യ ഭയക്കുന്നുണ്ട് എന്നതാണ് നമുക്കിതിലൂടെ മനസ്സിലാവാൻ കഴിയുന്നത്. ഉക്രൈനും യുഎസും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ പുടിൻ കൂടുതൽ വ്യക്തമായ പ്രതികരണം നടത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഇനി ഉണ്ട് എന്നാണ് പുടിൻ പറഞ്ഞിട്ടുള്ളത്. റഷ്യയുടെ നിയമപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ദീർഘകാല സമാധാന പരിഹാരത്തിനാണ് റഷ്യ ലക്ഷ്യമിടുന്നതെന്നും അതിനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നതെന്നും ഉഷാകോവ് പറയുന്നുണ്ട്. വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് ആവശ്യമായ പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിന് വ്യാഴാഴ്ച മധ്യസ്ഥരായ യുഎസിന്റെ പ്രതിനിധികൾ റഷ്യയിലെത്തിയിട്ടുണ്ട്. ഉക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കാൻ റഷ്യ ആലോചിക്കുന്നുണ്ടെന്നാണ് സമീപകാല സംഭവ വികാസങ്ങളൊക്കെ പറയുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നിർദ്ദേശിച്ച 30 ദിവസത്തെ വെടിനിർത്തലിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമ്മതിച്ചു കഴിഞ്ഞു. എന്നിരുന്നാലും നിബന്ധനകൾ അന്തിമ രൂപം നൽകുന്നതിനും ശാശ്വത സമാധാനം ഉറപ്പാക്കുന്നതിനും കൂടുതൽ ചർച്ചകൾ നടത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഊന്നി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ സൈനികരെ പരിശീലിപ്പിക്കുന്നതിനും അണിനിരത്തുന്നതിനും ഉക്രൈൻ വെടിനിർത്തൽ കാലയളവ് ഉപയോഗിച്ചേക്കാമെന്നാണ് പുടിന്റെ ആശങ്ക. സംഘർഷത്തിന്റെ മൂലകാരണങ്ങൾ പരിഹരിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു
ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് പുതിൻ ഈ വിഷയത്തെ നോക്കിക്കണ്ടത് എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. നാറ്റോയിൽ നിന്ന് ഉക്രൈൻ ഒഴിവാക്കൽ, റഷ്യൻ അധിനിവേശ പ്രദേശങ്ങളുടെ അംഗീകാരം, കിഴക്കൻ യൂറോപ്പിലെ നാറ്റോ സൈനിക പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള നിയന്ത്രണങ്ങൾ എന്നിവയുൾപ്പെടെ ഒരു സമാധാന കരാറിനായി ക്രെംലിൻ നിരവധി വ്യവസ്ഥകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും കുറഞ്ഞത് 2026 വരെ സമാധാന ചർച്ചകൾ വൈകിപ്പിക്കാൻ ലക്ഷ്യമിട്ട് പുതിൻ താൽക്കാലികമായി യുദ്ധം നിർത്തിവെച്ചേക്കാമെന്ന് യൂറോപ്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നുമുണ്ട്. പുതിൻ വെടിനിർത്തലിന് മുൻവ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായും ഇത് സംഘർഷം നീട്ടാൻ സാധ്യതയുള്ളതായും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആരോപിച്ചു. സമാധാനത്തോടുള്ള യഥാർത്ഥ പ്രതിബദ്ധതയുടെ ആവശ്യകത ഊന്നിപ്പറയുന്ന റഷ്യയുടെ ഉദ്ദേശങ്ങളെക്കുറിച്ച് അദ്ദേഹം ജാഗ്രത പാലിക്കുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ സമാധാന ചർച്ചകളിൽ ഏർപ്പെടാൻ റഷ്യ സന്നദ്ധത പ്രകടിപ്പിക്കുകയും വെടിനിർത്തലിന് തത്വത്തിൽ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും കാര്യമായ വെല്ലുവിളികൾ അവശേഷിപ്പിക്കുന്നു എന്നതാണ് നമ്മൾ ഇതിൽ നിന്നും വായിച്ചെടുക്കേണ്ട ഒരു കാര്യം. അന്താരാഷ്ട്ര സമൂഹം സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉക്രൈന്റെ പരമാധികാരവും നിലനിൽക്കുന്ന പ്രാദേശിക സ്ഥിരതയും ഉറപ്പാക്കുന്ന ഒരു പ്രമേയത്തിനായി വാദിക്കുകയാണ് അദ്ദേഹം. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കണമെന്ന നിലപാടാണെങ്കിലും ഭാവിയിൽ റഷ്യയിൽ നിന്നുള്ള ആക്രമണങ്ങൾ തടയും വിധം സുരക്ഷാ വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന ഉടമ്പടിയാണ് ഉക്രൈനും ശ്രമിച്ചു വരുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നടത്തിയ ചർച്ച രൂക്ഷമായ വാദപ്രതിവാദത്തിൽ കലാശിച്ച കാഴ്ച നമ്മളെല്ലാവരും കണ്ടതുമാണ്. ഇതേ തുടർന്ന് ട്രംപ് സെലൻസ്കിയെ അപമാനിച്ച് ഇറക്കിവിടുകയും ചെയ്തിട്ടുണ്ട്. ലോക പോലീസാണെന്ന ചിന്തയിൽ എല്ലാവരെയും വിരട്ടി നിർത്തുന്ന അമേരിക്കയ്ക്കും അവിടുത്തെ ഭരണാധികാരികൾക്കും കിട്ടിയ കനത്ത തിരിച്ചടിയായിട്ടാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വൈറ്റ് ഹൗസിൽ നടത്തിയ പ്രകടനം എന്നായിരുന്നു ഈ കാഴ്ച ലോകം വിശേഷിപ്പിച്ചത്. അമേരിക്കൻ ധാർഷ്ട്യത്തിന് മുൻപിൽ മുട്ടുവളയ്ക്കാതെ നെഞ്ചു വിരിച്ചിറങ്ങി പോന്ന സെലൻസ്കി എല്ലാവർക്കും, അതായത് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വലിയ കോളിളക്കം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ഹീറോ പരിവേഷം വന്നിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും രാജ്യത്തിൻ്റെ ഇടയിൽ, അതായത് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയാണ് യുദ്ധത്തിനുള്ള കാരണമെന്നും, അതായത് ഇത്ര നാളും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയിട്ട് ജനത കഷ്ടപ്പെടാനുള്ള കാരണം അദ്ദേഹമാണെന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് പോലും അവിടെ നടക്കാത്തത് എന്നൊക്കെ ഒരുപാട് പ്രതിപക്ഷ സ്വരങ്ങൾ ഉക്രൈനിൽ മുഴങ്ങിക്കേട്ട സമയത്താണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. അതായത് സ്വന്തം ആത്മാഭിമാനം, അതായത് സ്വന്തം രാജ്യത്തിൻ്റെ ആത്മാഭിമാനം അമേരിക്കയുടെ കീഴിൽ പണയം വെക്കാനല്ല എന്ന പ്രഖ്യാപനം കൂടിയായിരുന്നു അദ്ദേഹം അതിലൂടെ നടത്തിയിരുന്നത്. അത് വലിയ ചർച്ചകൾക്ക് കാരണമാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും അതായത് നന്ദിയില്ലാത്തവരാണ് ഉക്രൈൻ എന്ന് പറഞ്ഞ അമേരിക്കയോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ട്വിറ്ററിലൂടെ പ്രതികരിച്ചത്. തന്നെ വൈറ്റ് ഹൗസിൽ നിന്ന് പുറത്താക്കിയെന്ന വാർത്തകളോട് സമൂഹ മാധ്യമമായ എക്സിലൂടെ പ്രതികരിച്ച സെലൻസ്കി പറഞ്ഞത് അങ്ങേയറ്റം പരിഹാസ രൂപത്തിലുള്ള പോസ്റ്റിൽ അദ്ദേഹം അമേരിക്കയോട് 4 തവണയാണ് നന്ദി പറയുന്നത്. ഇതോടുകൂടി പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് അമേരിക്കയോട് ഇപ്പോൾ അത്ര തൃപ്തിയില്ലാത്ത രാജ്യങ്ങളൊക്കെ തന്നെ ഉക്രൈന് പിന്തുണ അറിയിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് രാജ്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളാണ് സെലൻസ്കിക്ക് സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട്. ഇതൊന്നും അമേരിക്കയ്ക്ക് അത്ര ബോധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ബ്രിട്ടീഷ് രാജാവ് സെലൻസ്കിയെ സന്ദർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഘട്ടത്തിൽ. അതൊന്നും അമേരിക്കയ്ക്ക് അത്ര തൃപ്തിയില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേലെ പതിക്കാവുന്ന ഒരു സംഭവമാണ് ഇതിനെന്ന് അദ്ദേഹം എല്ലാവരോടും പറയുന്നുണ്ട്. അതായത് അമേരിക്ക നാറ്റോയിൽ നിന്ന് മാറുകയാണ്, അതുകൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മാത്രമായിട്ട് ഒരു നാറ്റോ വേണമെന്നൊരു ആവശ്യം പോലും സെലൻസ്കി ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 3 വർഷമായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിച്ച് ലോകത്ത് സമാധാനം കൊണ്ടുവരാനുള്ള അമേരിക്കയുടെ ശ്രമമാണ് ഇതൊക്കെയെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമല്ല. കാരണം അമേരിക്കയ്ക്ക് ഇതിൻ്റെ പിന്നിൽ വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ടത് സാമ്പത്തികം തന്നെയാണ്. നമുക്കറിയാം അമേരിക്ക ഒരു സാമ്രാജ്യത്വ രാജ്യമാണ്. അമേരിക്കയുടെ കണ്ണിൽ ബാക്കി എല്ലാവരും തൻ്റെ കീഴിലാണ്. എല്ലാവരും തനിക്ക് കുമ്പിട്ട് നിൽക്കണം എന്നൊരു വ്യവസ്ഥയാണ് അമേരിക്കയ്ക്കുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ, ഡെമോക്രാറ്റിക് പാർട്ടി വരുമ്പോൾ അല്ല റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു നേതാവ് വരുന്നത്, അതിന് കുറച്ചുകൂടി പ്രഹരശേഷി കൂടുകയാണ്, അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടി ആ ഒരു പ്രഭാവത്തിന് കുറച്ചുകൂടി ശക്തി കൂടുന്നൊരു അവസ്ഥയാണ് നമുക്ക് കാണാവുന്നത്. നമുക്കറിയാവുന്നതാണ്, ലോകത്ത് ട്രംപ് വന്നതോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ കാലാവസ്ഥാ വ്യതിയാന ചർച്ചകളിൽ നിന്ന് അമേരിക്ക വിട്ടു നിൽക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു കാര്യത്തിനും അമേരിക്ക പണം ചെലവഴിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് ട്രംപ് പറയുന്നത്. നമുക്കറിയാവുന്നതാണ്, നാറ്റോ സഖ്യ രാജ്യങ്ങളുടെ പ്രബല ശക്തി എന്ന് പറയുന്നത് അമേരിക്ക തന്നെയാണ്. 2ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലൊക്കെ അമേരിക്ക തന്നെ നേതൃത്വം കൊടുത്തുണ്ടാക്കിയ ഒരു സഖ്യമാണത്. എന്നിട്ടും ഇപ്പോൾ ആ സഖ്യത്തിന് ഒരു വിലയും ഇല്ലാത്ത രീതിയിലാണ് അമേരിക്ക ഇപ്പോൾ കാണുന്നത്. ട്രംപ് പറയുന്നത് അതൊക്കെ വെറുതെയാണ്, അല്ലെങ്കിൽ ശീതയുദ്ധ കാലഘട്ടത്തിലെ അമേരിക്കയുടെ ഒരു അവശിഷ്ടം മാത്രമാണ് നാറ്റോ എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നതൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് അമേരിക്ക ഇതിൻ്റെ പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടെന്ന്. അതിൻ്റെ പ്രധാനപ്പെട്ടത് സാമ്പത്തികം തന്നെയാണ്, ആഗോള വിപണിയാണ്. നമുക്കറിയാം അമേരിക്ക ഇന്ന് ഭരിക്കുന്നത് മറ്റാരുമല്ല, അതൊരു യഥാർത്ഥ ബിസിനസ്സുകാരനാണ്, ഡൊണാൾഡ് ട്രംപാണ്. അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞാൽ ഊർജ്ജ വിപണികളെ സ്ഥിരപ്പെടുത്തും. പ്രത്യേകിച്ച് യൂറോപ്പിൽ റഷ്യൻ വാതകത്തിൽ നിന്നുള്ള മാറ്റം കാര്യമായ മാറ്റങ്ങൾക്ക് ഇവിടെ കാരണമായിട്ടുണ്ട്. യൂറോപ്പിൽ ഗ്യാസ് പ്രോമിന്റെ സാന്നിധ്യം കുറയുന്നത് US LNG കയറ്റുമതിക്ക് അവസരങ്ങൾ തുറക്കും. ഇത് അമേരിക്കൻ ഊർജ്ജ സ്വാധീനം വർദ്ധിപ്പിക്കുകയാണല്ലോ ചെയ്യുക.
മാത്രവുമല്ല 3 വർഷമായി തുടരുന്ന ഒരു ആഗോള പ്രതിസന്ധി അവസാനിപ്പിക്കുക വഴി ആഗോള സമൂഹത്തിൽ കൂടുതൽ സ്വീകാര്യനാവുകയാണ് അമേരിക്ക. സമാധാനപരമായ ഒരു പ്രമേയം അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ US നേതൃത്വത്തെ ശക്തിപ്പെടുത്തും. സമാധാനത്തിനായുള്ള ഒരു ചട്ടക്കൂട് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ റിയാദിൽ അടുത്തിടെ നടന്ന US റഷ്യ ചർച്ചകൾ ആഗോള സുരക്ഷയിൽ അമേരിക്കയുടെ പങ്ക് എടുത്തു കാണിക്കുന്ന ഒന്നുതന്നെയാണ്. അടുത്തത് ഉക്രൈൻ മണ്ണിലെ ധാതു സമ്പത്തിലേക്കുള്ള USന്റെ നേട്ടമാണ്. ഉക്രൈൻ്റെ സമ്പന്നമായ ധാതു വിഭവങ്ങളിലേക്ക് USന്റെ പ്രവേശനം നൽകിക്കൊണ്ട് സാധ്യതയുള്ള സാമ്പത്തിക സഹകരണങ്ങളെ നിർദ്ദേശിക്കുന്ന ഉക്രൈൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മിനറൽ റിസോഴ്സ് കരാർ ട്രംപ് നിർദ്ദേശിക്കുന്നുണ്ട്. ഈ കരാർ അമേരിക്കൻ വ്യവസായങ്ങൾക്ക് ഗുണം ചെയ്യുകയും ഉക്രൈൻ്റെ പുനർനിർമ്മാണ ശ്രമങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുമെന്നാണ് അമേരിക്ക വിശ്വസിക്കുന്നത്. യുദ്ധം തടയുന്നത് വഴി ഫെഡറൽ വിഭവങ്ങളെ സൈനിക ചെലവുകളിൽ നിന്ന് ആഭ്യന്തര മുൻഗണനകളിലേക്ക് തിരിച്ചുവിടാനും അടിസ്ഥാന സൗകര്യങ്ങൾ, ആരോഗ്യ സംരക്ഷണം, മറ്റ് നിർണായക ആവശ്യങ്ങൾ എന്നിവ പരിഹരിക്കുകയും ചെയ്യാം. എന്തായാലും ഇതൊക്കെ ചെയ്യുന്നത്, അതായത് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷം തന്നെയാണ് അല്ലേ. പക്ഷേ ഇത് ചെയ്യുന്നത് അമേരിക്ക ആയതുകൊണ്ട് തന്നെ അമേരിക്ക ഇതൊന്നും വെറുതെ ചെയ്യല. അമേരിക്കയ്ക്ക് അതിൻ്റെ പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടാവും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. എന്തായാലും മറ്റൊരു ആഗോള വാർത്തയുമായി വീണ്ടും എത്താം. നന്ദി.